എന്തോ പറയണത് എനിക്കറിയത്തില്ല. സീരിയസ്ലി ഐ എം ബ്ലാങ്ക്. എഗെയിൻ കളി കണ്ടവർക്കേ അതിൻ്റെ വിഷമവും വേദനയും മനസ്സിലാവും. എൻ്റെ പൊന്ന് ദൈവമേ, ഈ ടീമാണോ പ്രീമിയർ ലീഗ് അടിക്കാൻ പോകുന്നത്? നോ, റിയലി സോറി ഗൈസ്, നോ. കാര്യം ശരിയാണ്, ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. ഗ്യാബ്രിയേൽ, മൊസ്കേര, നമ്മുടെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. എനിക്ക് പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഹൊറർ ഷോ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, ഷോക്കിലിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും ആ ഷോക്ക് വിട്ടു മാറത്തില്ല. കാരണം ആസ്റ്റൺ വില്ലയായിട്ട് തോറ്റു, അത് കഴിഞ്ഞ് ക്ലബ് ബ്രൂഷിൽ നിന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നു. ആ ടീമിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇന്നത്തെ കളി കളിക്കുന്നു. കുറച്ച് മാറ്റം എന്ന് പറഞ്ഞാൽ നോനിയെ മാറ്റുന്നു, സാക്ക കളിക്കുന്നു. ആൻഡ് താങ്ക് ഗോഡ് ഫോർ ദാറ്റ്, താങ്ക് ഗോഡ് ഫോർ സാക്ക. ഇന്നത്തെ കളിയിൽ ഷൈനിങ് ലൈറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ പ്ലെയർ സാക്ക. താങ്ക് യു, താങ്ക് യു. ഓക്കെ, സാക്കാനെ വരുന്നു. ലെഫ്റ്റിൽ മാർട്ടിനെലി, പിന്നെ സെൻട്രൽ ബാക്ക് നമ്മുടെ സലീബ തിരിച്ചു വന്നു. ബട്ട് ഒരു കാര്യം വ്യക്തമായി, സലീബ തിരിച്ചു വന്നതുകൊണ്ടൊന്നും ഒരു 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 മാറ്റവും വന്നില്ല എന്ന് തന്നെ പറയണം. ഡിഫെൻസിൽ വി വർ സ്റ്റിൽ പുവർ ഡിഫെൻസീവ്ലി. സലീബ വന്നു, ഹിൻകപ്പിയെ. ലെഫ്റ്റിൽ ടിംബറിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. MLS സ്റ്റാർട്ട് ചെയ്യാത്ത എന്താണെന്ന് നമുക്ക് MLS വൈറ്റ് ഇഞ്ചുറി ആയിട്ട് MLS വന്നപ്പോൾ നമുക്ക് ഈസിലി മനസ്സിലാവുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കളി കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഏതൊരു ടീമും ഇപ്പോൾ ആർസണലിനെതിരെ കളിക്കാൻ വരുമ്പോഴുണ്ടല്ലോ, അവരാണ് കുറച്ചുകൂടെ പ്രിപ്പയർഡ് എങ്ങനെ ആർസണലിനെ കളിക്കണമെന്ന്. നമ്മളെക്കാട്ടിലും ആർസണലിനെക്കാട്ടിലും ഓപ്പോസിറ്റ് ടീമാണ് കുറച്ചുകൂടെ പ്രിപ്പയർഡ് ഹൗ ടു പ്ലേ എഗെയിൻസ്റ്റ് ആർസണൽ എന്ന്. ദേ ആർ ഡൂയിങ് ബെറ്റർ ഹോംവർക്ക് ദാൻ ആർസണൽ. ഇതാണ് കാണാൻ പറ്റുന്നത്. ക്ലിയർ ഗെയിം പ്ലാനുമായിട്ടാണ് വോൾസ് വന്നത്. സിറ്റ് ബാക്ക്, ചാൻസ് കിട്ടുമ്പോൾ ട്രാൻസിഷൻ, അപ്പോൾ ഗോൾ അടിക്കാൻ നോക്കാം. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഗൈസ് 0 ഷോട്ട് ഓൺ ടാർഗറ്റ്. 70ാമത്തെ മിനിറ്റ് വരെ 0 ഷോട്ട് ഓൺ ടാർഗറ്റ്. ക്യാൻ യു ഇമാജിൻ? 0 ഷോട്ട് ഓൺ ടാർഗറ്റ് 70ാമത്തെ മിനിറ്റ് വരെ. സോ വൂൾസ് ക്ലിയർ കട്ട് പ്ലാനുമായിട്ടാണ് വന്നത്. സിറ്റ് ബാക്ക്, ലോ ബ്ലോക്ക്. അവർ ക്രിയേറ്റീവ്ലി അവർ സ്ട്രഗിൾ ചെയ്യും, ഷുവറാണ്. അവർ ഗോളൊന്നും അടിയത്തില്ല. എഗെയിൻ എവ്രി വൺ ഹാഡ് എ പൂർ ഗെയിം. പിന്നെ ഇവിടെ മെൻറ്റാലിറ്റി ഇഷ്യൂ ഉണ്ട് ഗൈസ്. ഇവിടെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ഇഷ്യൂ ഉണ്ട്. ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു, കാർബോ കപ്പ് ജയിക്കണം, കാരണം അപ്പോഴേ അവർക്ക് ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി വരൂ, ജയിക്കുന്ന ആ ഒരു ഫീല് ഇവർക്കറിയത്തില്ല ഗൈസ്. ഐ ഡോണ്ട് നോ, ദർ ഇസ് ക്ലിയർലി സംതിങ്, ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ട് അവിടെ. അല്ലെങ്കിൽ അവിടെ ഒബ്ജക്റ്റീവ് ക്ലിയർ ആണല്ലോ. നമ്മൾ ഇപ്പോൾ 2 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഗ്യാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കളിയാണ് നമ്മൾ കളിക്കേണ്ടത്. മെയ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രീമിയർ ലീഗ് അടിക്കണം. ഇതാണ് ഒബ്ജക്റ്റീവ്. യെസ്, എവറി വൺ എഗ്രി? യെസ്, ഓക്കെ. അതിനെന്താണ് വേണ്ടത്? ഓരോ കളിയും നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് ഇട്ട് കളിക്കണം. വേർ ഇസ് ദ ഔട്ട്പുട്ട്? എവിടെ ഒന്നുമില്ലായിരുന്നു ഗൈസ്, സീരിയസ്ലി നത്തിങ്. എഗെയിൻ ആ കളി ഉടനീളം ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് വാസ് സാക്കയുടെ പെർഫോമൻസ് ആയിരുന്നു എടുത്തു പറയേണ്ടത്. ബാക്കി എല്ലാവരും, എസെ പൂവറായിരുന്നു, ഗ്യോക്കറേസ് പൂവറായിരുന്നു, മാർട്ടിനെലി പൂവറായിരുന്നു. മാർട്ടിനെലി ഹാഡ് 2 or 3 ചാൻസസ് ഗെയിം ഫിനിഷ് ചെയ്യാൻ. കംപ്ലീറ്റ്ലി മിസ്ജഡ്ജ്ഡ്. താങ്ക് ഗോഡ് ഫോർ അർട്ടറ്റ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ചെയ്തില്ല. അത് കഴിഞ്ഞ് കുറേ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഹേസൂസൊക്കെ ലാസ്റ്റ് മിനിറ്റിലാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ മെറീനോനെ കൊണ്ടുവരുന്നു, ട്രൊസാർഡിനെ കൊണ്ടുവരുന്നു,
അങ്ങനെ കുറേ ചേഞ്ചസ് ജേസൂസിനെ കൊണ്ടുവരുന്നു. ഇങ്ങനെ കുറേ ചേഞ്ചസ് വരുത്തിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് പുൾ ഔട്ട് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് ഗോള് നിങ്ങളെല്ലാവരും കണ്ടു കാണും, സാക്കയുടെ വണ്ടർ ഗോള്. സാക്കയുടെ അല്ല, ഇതെല്ലാം ഓൺ ഗോളാണ്. ഓക്കെ, സാക്ക ഒരു കോർണർ എടുക്കുന്നു, ആ കോർണർ പോസ്റ്റിൽ തട്ടിയിട്ട് ഗോൾ കീപ്പറിൻ്റെ ബാക്കിൽ അടിച്ച് കയറുന്നു, ഓൺ ഗോൾ. ബട്ട് ആ പോയിന്റ് വരേക്കും ഇറ്റ് വാസ് വെരി, ഞാൻ ഇത് വാച്ച് അലോങ് പോയ ഗെയിമാണ്, ഇറ്റ് വാസ് വെരി ക്ലിയർ. ഒരു ഇൻഡിവിജ്വൽ, ഒരു പ്ലെയർ ഇൻഡിവിജ്വലി ഔട്ട്പുട്ട് ഇട്ടാലേ ഈ ഒരു ഗെയിമിന് റിസൾട്ട് വരുമെന്ന് ഇറ്റ് വാസ് ക്ലിയർ. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇറ്റ് വാസ് വെരി ക്ലിയർ. ആരെങ്കിലും ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് എടുക്കണം, ഞാൻ കമോൺ ലെറ്റ് മീ ടേക്ക് ദിസ് എന്നൊരു സാധനം വന്നാലേ ആ ഒരു ഗെയിമിന് റിസൾട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ക്ലിയർ ആയിരുന്നു. അങ്ങനെ സാക്കയുടെ വക ഒരു ഗോള്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാർ ഒന്ന് ആശ്വസിച്ചു. ഓക്കെ ഫൈൻ, ഇനി നമുക്ക് ഇമ്പ്രൂവ് ആവാം. എവിടെ അത് കഴിഞ്ഞ് എഗെയിൻ സെയിം ഓൾഡ്, വി ജസ്റ്റ് സിറ്റ് ബാക്ക്. അടുത്ത ഗോളിനുള്ള ആ ഒരു പരിപാടിയല്ല, വി ജസ്റ്റ് സിറ്റ് ബാക്ക്. അത് നൈസായിട്ട് വൂൾസ് റിമെമ്പർ, വൂൾസ് ബോട്ടം ഓഫ് ദ ടേബിൾ, ഫസ്റ്റ് വേഴ്സസ് 20 ആണിത്. അത് വൂൾസ് നൈസായിട്ട് അത് ക്യാപിറ്റലൈസ് ചെയ്ത് അവർ ലാസ്റ്റ് 90th ഓൺ ദ ഇതിൽ അവർ ഗോൾ അടിക്കുന്നു. അത് കിട്ടില്ല ഗോള്, ഒരു ക്രോസ് ബോക്സിനകത്തേക്ക് ഹെഡ് ചെയ്ത് റായ ഔട്ട് ഓഫ് പൊസിഷനാണ് എഗെയിൻ, അത് സ്കോർ ചെയ്യുന്നു. അപ്പം ആ ഒരു പോയിന്റിൽ വി ആർ ഓൾ ആസ് ആൻ ആർസണൽ ഫാൻ, ഐ എം ഷോക്ക്ഡ് ഹൗ എമിറേറ്റ്സിൽ വൂൾസ് ദിസ് ഇസ് ഹൗ വി ആർ പ്ലേയിങ്. ഷോക്ക്ഡ്, കംപ്ലീറ്റ്ലി ഷോക്ക്ഡ്. കാരണം വി അലൗഡ് ദം ടു പ്ലേ. കളിക്കാൻ അങ്ങ് ഇട്ടം കൊടുക്കുകയാണ്. കാരണം സെക്കൻഡ് ഗോൾ അടിക്കാൻ നമ്മൾ പരിശ്രമിച്ചില്ല. സോ ഇൻ ദി എൻഡ് ആ ഒരു 1-0 എന്നുള്ള ലീഡ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് നമ്മളുള്ളത്. സോ വേറെ ഓപ്ഷൻ ഇല്ല, പ്രസ് ഇട്ടിട്ട് ബോൾ എടുക്കാൻ പറ്റത്തില്ല. സോ വി ആർ ഹോൾഡിങ് ബാക്ക്. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. സത്യം പറയാം, ഐ തോട്ട് ദ ഗെയിം വാസ് ഓവർ. നമുക്ക് ഇനി ഒരു ഗോൾ അടിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. ആൻഡ് ലക്കിലി നമുക്കിന്ന് ലക്കുണ്ടായിരുന്നു. കാരണം ഇന്ന് 6 മിനിറ്റാണ് ആഡ് ഓൺ ടൈം കിട്ടിയത്. ലക്കിലി ആ എക്സ്ട്രാ ടൈമിൽ നമുക്ക് ഇഞ്ചുറി ടൈമിൽ സാക്കയുടെ ഒരു ക്രോസ് ഹേസൂസിലേക്ക്, ഹേസൂസ് ഹെഡ് ചെയ്യുന്നുണ്ട്. ബട്ട് എഗെയിൻ അതും ഓൺ ഗോളാണ്. ഹാപ്പി ഫോർ ഹേസൂസ്. ഐ എം റിയലി എഗെയിൻ, ഞാൻ വാച്ച് ലോങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഐ എം ഹാപ്പി ഫോർ ഹേസൂസ്. പക്ഷെ ഞാൻ ആർസണലിൻ്റെ കാര്യത്തിൽ ഹാപ്പി അല്ല. നാളത്തെ കളി, നാളത്തെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ റിലീസാവുന്ന ഇന്നാണ്. ഇന്നത്തെ കളി സിറ്റി ജയിക്കുമോ തോക്കുമോ ഇതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസണൽ നീഡ്സ് ടു ഇംപ്രൂവ്. നമ്മുടെ മെൻറ്റാലിറ്റി നീഡ്സ് ടു ചേഞ്ച്. അല്ലാതെ ഒരു രക്ഷയില്ല. ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയാം, ഞാൻ പ്രിപ്പയർഡാണ് കേട്ടോ. നമ്മളെ ഓവർടേക്ക് ചെയ്ത് വേറെ ടീം കപ്പ് അടിച്ചാൽ, മാൻ സിറ്റി ആണല്ലോ ഇപ്പോൾ അടിച്ചാൽ, ഞാൻ ഞാൻ പ്രിപ്പയർഡ്. ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയാം, ഞാൻ പ്രിപ്പയർഡാണ്. ഞാൻ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വന്നു. കാരണം അങ്ങനത്തെ കളിയാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻജോർഡ് ആയിട്ടുള്ള ടോപ്പ് പ്ലേയേഴ്സ് തിരിച്ചു വരണം. മൊസ്കേറ, ബിഗ് ഗ്യാബി ഒക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ബിഗ് ഗ്യാബിയും സലീബയും ഇവർ തിരിച്ചു വരാതെ നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല ഗൈസ്. ഇവരെത്രയും പെട്ടെന്ന് തിരിച്ചു വന്നാൽ നമ്മുടെ ഈ ഒരു മെൻറ്റാലിറ്റിക്ക് മാറ്റം. ഇതാണ് ഞാൻ അടുത്ത നോക്കിക്കാണുന്ന ഒരു സാധനം. ഇവർ രണ്ടുപേരും ഇഞ്ചുറി ആയിട്ട് നമ്മുടെ ആ ബാക്ക് ലൈൻ എപ്പോൾ ഷെയ്ക്ക് ആവാൻ തുടങ്ങി അപ്പം തൊട്ട് നമുക്ക് പ്രശ്നങ്ങളാണ്. ഇവർ തിരിച്ചു വരാതെ ഇനി ഇതിനൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, താങ്ക് യു ഗൈസ്. ഒരുപാട് പേര് ആക്ച്വലി വാച്ച് അലോങ്ങിൽ വന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. വെളുപ്പാങ്കാലത്തൊക്കെ വാച്ച് അലോങ്ങിന് വന്നത്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.